അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം അത് കൊണ്ടാടുക, മതത്തിൽ പുണ്യമുള്ള ഒരു പ്രവർത്തനമായി സ്വീകരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ അതേപോലെ തന്നെ ഉത്തമ നൂറ്റാണ്ടുകാരായ അതിൽ ജീവിച്ച പണ്ഡിതന്മാർക്കോ അഥവാ സഹാബത്തിനോ താബികൾക്കോ താബികൾക്കോ ഒന്നും പരിചയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇത് ആരാണ് ഉണ്ടാക്കിയത്? ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വസ്തുത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഉത്തമ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം, എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം, ജൂതൻ മതം പൊളിക്കാനുണ്ടാക്കിയ ജൂതന്റെ സൃഷ്ടിയായ ഷിയാക്കൾ, അവരിൽപ്പെട്ട ഫാത്തിമികളാണ് ഈ ജന്മദിനാഘോഷം മതത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ഖുലഫാഉർ റാഷിദുകൾ, അതേപോലെ തന്നെ അതിനുശേഷമുള്ള 6ഓളം സഹാബിമാർ, അവരാരും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ദീനിലുള്ളതാണെങ്കിൽ അവർ അത് കൊണ്ടു നടക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഏകദേശം 2 വർഷത്തിലധികം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. 10 വർഷത്തിലധികം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. അതേപോലെ തന്നെ അതിനുശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതിനുശേഷം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അഥവാ ഖുലഫാഉർ റാഷിദുകൾ 30 വർഷത്തോളം അവർ ഭരണം നടത്തി. ഏതെങ്കിലും ഒരു വർഷം റബീഉൽ അവ്വൽ 12-ന് എന്തെങ്കിലും ഒരു പ്രത്യേക പരിപാടികളോ മദ്ഹ് പാടുന്ന പ്രവർത്തനങ്ങളോ വേണ്ട ഭക്ഷണം വിതരണം ചെയ്യുകയോ, ഒരു ഈത്തപ്പഴത്തിന്റെ ചുള, ഇന്ന് റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണല്ലോ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടണ്ടേ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രവർത്തനം റബീഉൽ അവ്വൽ 12-ന് അവർ നടത്തിയിട്ടുണ്ടോ? ഒന്നും നടത്തിയിട്ടില്ല. എന്നാൽ ഈ സഹാബത്താകട്ടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർവ്വ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്താൻ ഏറെ ശ്രമിച്ച ആളുകളായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് ശേഷം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കും. അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അലൈക്കും ബി സുന്നതി വ സുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം. അതേപോലെ തന്നെ സന്മാർഗം സിദ്ധിച്ചവരായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയിൽ ഇതില്ല, അവരാരും ഇത് ചെയ്തിട്ടില്ല. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. ഈ പറയുന്ന പ്രവർത്തനങ്ങൾ അത് നന്മയായിരുന്നെങ്കിൽ ഖുലഫാഉർ റാഷിദുകളാകട്ടെ സഹാബികളാകട്ടെ നമ്മുടെ മുമ്പേ അത് ചെയ്യാൻ അവർ പരിശ്രമിക്കുമായിരുന്നു. അവർ അത് ഒഴിവാക്കൂല എന്നർത്ഥം. അപ്പോൾ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇവിടെ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുള്ള, അതേപോലെ തന്നെ 2 പെരുന്നാളിനേക്കാൾ ശ്രേഷ്ഠമായ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നാണ് ഇവിടെ ബിദ്അത്തിന്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം പുണ്യമുള്ളത് എന്തേ സഹാബത്ത് ഒഴിവാക്കിയത്? അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒഴിവാക്കി? അതേപോലെ തന്നെ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മദ്ഹബിന്റെ പണ്ഡിതന്മാർക്ക് ഇത് പരിചയം പോലുമില്ല എന്നർത്ഥം. ഇതാണ് വസ്തുത എന്നിരിക്കെ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിലില്ല, അതേപോലെ തന്നെ ഹദീസിൽ തെളിവില്ല, സഹാബത്തിന്റെ ചരിത്രത്തിന് തെളിവില്ല. ഇങ്ങനെ കാണുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ ബിദ്അത്തിന്റെ ആളുകൾ ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട്. അറബിയിൽ കുത്തിക്കുറിച്ചിടുകയാണ്. എന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അൻഫക ദിർഹമൻ ഫീ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മഈ ഫിൽ ജന്ന. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിനു വേണ്ടി 1 ദിർഹം ചെലവഴിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, മൻ അൻഫക ദിർഹമൻ, ആരെങ്കിലും 1 ദിർഹം അലാ ഖിറാഅത്തി മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി 1 ദിർഹം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചു. അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെ മീലാദ് നബിക്ക് വേണ്ടി ദിർഹം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബദർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്ത സഹാബിമാരുടെ ഈമാനാണ് അവർക്ക്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, എന്ത്? ഒരാൾ
അള്ളാൻ റസൂലിൻ്റെ മൗലിദിന് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരു വിചാരണയും കൂടാതെ സ്വർഗത്തിൽ അവന് സ്ഥാനമുണ്ട്. ഇങ്ങനെ നീണ്ടുപോവുകയാണ്. സർവ്വ സഹാബിമാരെക്കുറിച്ചും ഇങ്ങനെ കളവ് പറയുന്നു, ഇമാമിയങ്ങളെക്കുറിച്ച് കളവ് പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗം കണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബികളോ അതേപോലെ തന്നെ സഹാബ വനിതകളോ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ദീനിൽ ഇതിന് സ്ഥാനമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, സുന്നത്തിൻ്റെ ആളുകളാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.